ലൈംഗികാരോപണ വിവാദങ്ങൾക്ക് പിന്നാലെ പാലക്കാടെത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA കണ്ട നേതാക്കൾ. മരണവീട്ടിലെത്തിയ രാഹുലിനെ ബെന്നി ബെഹനാൻ ചേർത്തുപിടിച്ചു. DCC പ്രസിഡന്റ് A തങ്കപ്പൻ ഹസ്തദാനം ചെയ്തു. ജില്ലയുടെ ചുമതലയുള്ള KPCC ജനറൽ സെക്രട്ടറി മുത്തലീബ് രാഹുലുമായി ദീർഘനേരം സംസാരിച്ചു. KSU യൂത്ത് കോൺഗ്രസ് നേതാക്കളൊപ്പമായിരുന്നു മണ്ഡലത്തിലൂടെയുള്ള രാഹുലിന്റെ യാത്ര. BJPയും DYFIയും പ്രതിഷേധിച്ചു. ഇക്ബാൽ അറക്കലും ഒപ്പം അഷ്കർ അലി കരിമ്പയുമാണ് വിശദാംശങ്ങൾ നൽകാൻ ചേരുന്നത്. ഇക്ബാൽ അറക്കലിലേക്ക് ആദ്യം. ഇക്ബാൽ അറക്കൽ, രാഹുലിന്റെ വരവ് തന്നെ പറയുകയാണെങ്കിൽ അതിൽ നാടകീയമായിട്ടുള്ള നീക്കങ്ങളൊക്കെയായിരുന്നു ഇന്നിപ്പോൾ കണ്ടത്. എന്തായാലും നേതാക്കൾ ഇരുകൈയും നീട്ടി സ്വീകരിക്കുന്നതാണ് കണ്ടത്. ബെന്നി ബെഹനാൻ ചേർത്തു പിടിക്കുന്നതും കണ്ടു. എങ്ങനെയാണ് സ്വീകരിക്കുന്നത് ജില്ലയിലെ നേതാക്കൾ? ശ്രുതി, അതായത് ഈ ലൈംഗിക ആരോപണങ്ങൾ വന്നതിന് പിന്നാലെ 38 ദിവസമായി രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് മണ്ഡലത്തിൽ ഉണ്ടായിരുന്നില്ല. ഇന്നാണ് രാഹുൽ പാലക്കാട് മണ്ഡലത്തിലേക്ക് എത്തുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പ്രതിഷേധങ്ങൾ രാഹുലിനെതിരെ ഉണ്ടാകുമെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ പിന്നീട് രാഹുൽ മണ്ഡലത്തിലേക്ക് എത്താത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ന് കോൺഗ്രസിൻ്റെ മുൻ മണ്ഡലം പ്രസിഡന്റിൻ്റെ സഹോദരൻ മരിച്ച വീട്ടിലേക്കും അതുപോലെ തന്നെ കോൺഗ്രസ് നേതാവായിട്ടുള്ള PJ പൗലോസ് മരിച്ച വീട്ടിലേക്കും രാഹുൽ എത്തി. അവിടെ കുടുംബാംഗങ്ങളെ കണ്ടു. അതിനുശേഷം പിന്നീട് ഇപ്പോൾ പാലക്കാട്ടേക്ക് തിരിച്ചു പോവുകയാണ്. PJ പൗലോസിൻ്റെ വീട്ടിൽ വെച്ചാണ് കോൺഗ്രസ് നേതാക്കൾ രാഹുലുമായി സംസാരിക്കുന്നൊരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുള്ളത്. ബെന്നി ബെഹനാൻ MP, അതുപോലെ തന്നെ പാലക്കാട് DCC അധ്യക്ഷൻ A തങ്കപ്പൻ, അതുപോലെ തന്നെ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം PJ പൗലോസിൻ്റെ വീട്ടിലുണ്ടായിരുന്നു. അവിടെ വെച്ച് അവരെല്ലാം രാഹുലുമായി സംസാരിക്കുകയും ചെയ്തിരുന്നു. ബെന്നി ബെഹനാൻ അദ്ദേഹത്തെ രാഹുൽ മാങ്കൂട്ടത്തിലെ ചേർത്ത് പിടിക്കുന്നൊരു സാഹചര്യവും ഉണ്ടായിരുന്നു. ഇപ്പോൾ മണ്ണാർക്കാട് PJ പൗലോസിൻ്റെ വീട്ടിലേക്ക് എത്തി മറ്റേ പരിപാടികളിൽ പങ്കെടുത്തതിന് ശേഷം ഇപ്പോൾ രാഹുൽ പാലക്കാട്ടേക്ക് തിരിക്കുകയാണ്. അതിനിടയിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പ്രദേശത്തെ ഒരു ഹോട്ടലിലേക്ക് കയറിയിരുന്നു. അവിടെ നിന്ന് ഇപ്പോൾ പുറത്ത് ഇറങ്ങുമ്പോൾ മറ്റ് കോൺഗ്രസിൻ്റെ നേതാക്കൾ, പ്രത്യേകിച്ചും യൂത്ത് കോൺഗ്രസിൻ്റെ പാലക്കാട് ജില്ലാ അധ്യക്ഷൻ KS ജയഘോഷ്, അതുപോലെ തന്നെ മറ്റ് DCC ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവരെല്ലാം ഇവിടെയുണ്ട്. അവരുമായി ഇപ്പോൾ രാഹുൽ സംസാരിക്കുന്നു. അല്പസമയം മുമ്പ് PJ പൗലോസിനും വീട്ടിൽ വെച്ച് മുതിർന്ന നേതാക്കൾ രാഹുലുമായി സംസാരിച്ചിരുന്നു. രാഹുൽ അവരുമായി സംസാരിക്കുകയെല്ലാം ചെയ്താണ് ഇപ്പോൾ രാഹുൽ ഒരു പ്രതികരണം ലഭ്യമാവുമോ എന്നുള്ളതാണ് നോക്കുന്നത്. ഇന്ന് പ്രതികരിക്കില്ല, മാധ്യമങ്ങളോട് പ്രതികരിക്കില്ല എന്നാണ് അദ്ദേഹം അല്പസമയം മുമ്പ് പറയുകയും ചെയ്തത്. ഈ ലൈംഗിക അതിക്രമ ആരോപണങ്ങൾക്ക് പിന്നാലെ 38 ദിവസത്തിന് ശേഷമാണ് രാഹുൽ പാലക്കാട്ടേക്ക് എത്തുകയും ചെയ്യുന്നത്. ഇപ്പോൾ ഏതായാലും വലിയ പ്രതിഷേധങ്ങളെല്ലാം പാലക്കാട് അരങ്ങേറുന്നുണ്ടായിരുന്നു. BJPയും DYFIയും ഇന്നും രാഹുലിനെതിരെ പ്രതിഷേധിച്ചിരുന്നു. അതിനെല്ലാം ശേഷമാണ് ഇപ്പോൾ രാഹുൽ വീണ്ടും പാലക്കാട്ടേക്ക് തന്നെ പോവുകയും ചെയ്യുന്നത്. ഇക്ബാൽ, ഇനിയിപ്പോൾ പോകുന്നത് എങ്ങോട്ടാണ് എന്ന് കൃത്യമായിട്ടുള്ള വിവരം ലഭ്യമാകുന്നുണ്ടോ? ശ്രുതി, അതായത് ഇന്ന് രാഹുൽ പാലക്കാട്ടേക്ക് തന്നെയാണ് പോകുന്നത്. ഇന്ന് MLA ഓഫീസിലേക്ക് എത്തും. രാവിലെ MLA ഓഫീസിലേക്ക് കയറാതെ മണ്ഡലത്തിലെ മുൻ മണ്ഡലം പ്രസിഡന്റിൻ്റെ സഹോദരൻ മരിച്ച വീട്ടിലേക്ക് മാത്രം സന്ദർശിച്ചതിന് ശേഷം നേരെ മണ്ണാർക്കാട്ടേക്ക് വരികയായിരുന്നു. ഏതായാലും അതിനുശേഷം ഇപ്പോൾ മണ്ണാർക്കാട് നിന്ന് വീണ്ടും പാലക്കാട്ടേക്ക് തിരിക്കുന്നു. രാഹുലിനൊപ്പം നേരത്തെ ഉണ്ടായിരുന്നതുപോലെ തന്നെ KSUവിൻ്റെ ജില്ലാ ഭാരവാഹി ഉൾപ്പെടെ യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹികൾ ഉൾപ്പെടെ ഇപ്പോൾ ഉണ്ട്. ഇന്ന് മാധ്യമങ്ങളോട് പ്രതികരിക്കില്ല എന്നുള്ളതാണ് രാഹുൽ പറയുന്നത്. ഏതായാലും മണ്ഡലത്തിലേക്ക് പോവും. MLA ഓഫീസിലേക്ക് പോകാൻ തന്നെയാണ് നിലവിൽ സാധ്യത. അവിടെ പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട്. BJPയും DYFIയും രാഹുലെ പാലക്കാട്ടേക്ക് എത്തിയാൽ തടയുമെന്നുള്ളത് തന്നെയാണ് അറിയിക്കുന്നത്. പക്ഷേ ഏതായാലും MLA ഓഫീസിലേക്ക് എത്തും എന്ന് രാഹുൽ ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ മണ്ണാർക്കാട്ട് നിന്ന് രാഹുൽ വീണ്ടും പാലക്കാട്ടേക്ക് നീങ്ങുകയാണ്. ഏതായാലും 38 ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ ലൈംഗിക അതിക്രമ ആരോപണങ്ങൾ വന്നതിന് പിന്നാലെ 38 ദിവസങ്ങൾക്ക് ശേഷമാണ് രാഹുൽ പാലക്കാട്